Namaste all, this is Bini. Welcome you all to my channel Yoga with Bini. So ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പ്രാണായാമങ്ങളെക്കുറിച്ചാണ്. പ്രാണായാമം എന്ന് വെച്ചാൽ പ്രാണനെ ക്രമീകരിക്കുക, അതായത് പ്രാണനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രാണായാമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശ്വാസത്തിനെ നമ്മൾ എത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. Those who can master the breath can master the mind. അപ്പോൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാവുന്നത് നാഡിശുദ്ധി പ്രാണായാമ. നാഡി ശുദ്ധി എന്ന പേരിൽ തന്നെയുണ്ട്. നമ്മുടെ ശരീരത്തിലെ നാഡീനരമ്പുകളെ നല്ല രീതിയിൽ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു പ്രാണായാമമാണ് നാഡിശുദ്ധി പ്രാണായാമം. അത് ചെയ്യുന്നതിലൂടെ ശരീരത്തിലെ അസുഖങ്ങളെല്ലാം മറയുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എങ്ങനെയാണ് നാഡിശുദ്ധി പ്രാണായാമം ചെയ്യുന്നത് നോക്കാം. വലത് കൈ എടുക്കുക, എന്നിട്ട് സെക്കൻഡ് ആൻഡ് തേർഡ് ഫിംഗർ നല്ലപോലെ മടക്കുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ തം ആൻഡ് റിംഗ് ഫിംഗർ കൊണ്ടാണ് നാഡിശുദ്ധി പ്രാണായാമ പ്രാക്ടീസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മുടെ റൈറ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്യും, എന്നിട്ട് ശ്വാസം പതുക്കെ ദീർഘമായ അകത്തേക്ക് ഇതിലൂടെ അകത്തേക്ക് പൂർണ്ണമായി എടുത്ത ശേഷം ക്ലോസ് ചെയ്യുക. എന്നിട്ട് റൈറ്റിലൂടെ സാവധാനം പുറത്തേക്ക്, പിന്നെയും പൂർണ്ണമായും റൈറ്റിലൂടെ അകത്തേക്ക് ക്ലോസ് ചെയ്യുക, ലെഫ്റ്റിലൂടെ പുറത്തേക്ക്. ഇതിനെയാണ് ഒരു റൗണ്ട് നാഡിശുദ്ധി പ്രാണായാമം എന്ന് പറയുക. ഇങ്ങനെ 7 റൗണ്ട് ചെയ്യുമ്പം നമ്മുടെ മൈൻഡ് നല്ലോണം സാവധാനം ഒന്ന് സ്ലോ ആയിട്ട് ഇറങ്ങുന്നത് നമുക്ക് മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ റൈറ്റ് ക്ലോസ് ചെയ്യും, ലെഫ്റ്റിലൂടെ പൂർണ്ണമായും സാവധാനം അകത്തേക്ക് ശ്വാസം വയ്ക്കും. ലെഗ്സ് ഫില്ല് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കുക. പൂർണ്ണമായി അകത്തേക്ക് എടുക്കുക, ക്ലോസ് ചെയ്യുക, എന്നിട്ട് റൈറ്റിലൂടെ പുറത്തേക്ക്, എഗെയിൻ റൈറ്റിലൂടെ പൂർണ്ണമായും അകത്തേക്ക് ക്ലോസ് ചെയ്യുക, ലെഫ്റ്റിലൂടെ പുറത്തേക്ക് വിടുന്നതാണ് ഒരു തവണ നാഡിശുദ്ധി പ്രാണായാമം. ഇതുപോലെ 7 പ്രാവശ്യം ചെയ്യുക. ശ്വാസം സാവധാനം അകത്തേക്ക് എടുക്കുക, എന്നിട്ട് നമ്മളുടെ റെസ്പിറേറ്ററി സിസ്റ്റം, നമ്മളുടെ ലങ്സൊക്കെ ഫുൾ നിറയുന്നതായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് എടുത്തതിൻ്റെ ഇരട്ടി പുറത്തേക്ക് തള്ളിക്കളയുന്നതായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഏകദേശം ചെയ്യുന്നതിലൂടെ നമ്മളുടെ ശ്വാസഗതി പൂർണ്ണമായിട്ടും കൂടാൻ സഹായിക്കും. നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം നല്ല രീതിയിൽ കൂടാൻ സാധിക്കും. അസുഖങ്ങൾ കുറയുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ദീർഘിച്ച് ശ്വാസം അകത്തേക്ക് എടുക്കരുത്, ദീർഘിച്ച് പുറത്തേക്ക് വിടരുത്. വളരെ സാവധാനം എടുക്കുക. എടുത്ത് ശ്വാസം പൂർണ്ണമായിട്ടും നിറയണം, പൂർണ്ണമായിട്ടും പുറത്തേക്ക് തള്ളിക്കളയുക. സോ ഇതിനെ നാഡിശുദ്ധി പ്രാണായാമ എന്ന് പറയും. അപ്പോൾ 7 പ്രാവശ്യം കണ്ണടച്ച് സാവധാനം പ്രാക്ടീസ് ചെയ്യാം. ഇതിനുശേഷം ഞാൻ രണ്ടാമത് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഭ്രമരി പ്രാണായാമ. ഭ്രമരി പ്രാണായാമം ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നമ്മളുടെ എല്ലാ ടെൻഷനും സ്ട്രെസ്സും നല്ല രീതിയിൽ കുറയാൻ സാധിക്കും. ഉറക്കമില്ലായ്മ തടയാൻ നല്ല രീതിയിൽ സഹായിക്കും. പിന്നെ അതുപോലെ വയറ് സംബന്ധമായിട്ടുള്ള ഉദര രോഗങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. പിന്നെ സ്ട്രെസ്സ്, ടെൻഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ ഇവ കുറയ്ക്കാൻ വളരെയധികം സഹായിക്കും. പിന്നെ സൈനസൈറ്റിസ് പ്രോബ്ലം, ആസ്മ പ്രോബ്ലം ഇതിനൊക്കെ വളരെയധികം നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ അടയ്ക്കാൻ മാക്സിമം ശ്രമിക്കുക. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പം മൂക്കൊഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും, അതായത് നാവ് മടക്കി വയ്ക്കും. ടച്ചിങ് അപ്പർ പാലറ്റ് ടച്ച് ചെയ്ത ശേഷം ലിപ്സ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം തള്ളവിരലുകൊണ്ട് ചെവി അടച്ചു പിടിക്കും. ചെവിയുടെ ദ്വാരം അടച്ചു പിടിക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ചു പിടിക്കുക. മൂക്കിൻ്റെ അവിടെ ഈ 2 സൈഡിലായിട്ട് ചെറുതായിട്ട് നല്ലോണം ഹാർഡായി പ്രസ് ചെയ്ത് ജസ്റ്റ് ഒരു ഫെദർ ടച്ച് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യുക. ചെറിയ വിരൽ ഈ ഭാഗത്തായിട്ട് വയ്ക്കുക. എന്നിട്ട് ശ്വാസം പൂർണ്ണമായിട്ട് അകത്തേക്ക് എടുക്കുക. പുറത്തേക്ക് വിടുമ്പോൾ വണ്ട് മൂളുന്ന പോലെ നല്ല ശബ്ദം എക്സേൽ ചെയ്തുകൊണ്ട് പുറത്തേക്ക്. നമ്മൾ ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും മൂക്കിലൂടെ. ശ്വാസം നല്ലപോലെ അകത്തേക്ക് വിടുക. പുറത്തേക്ക് വിടുമ്പോൾ വണ്ട് മൂളുന്ന രീതിയിൽ ശബ്ദം. അപ്പോൾ നമ്മൾ ആ വൈബ്രേഷൻ നമ്മളുടെ ശിരസിൽ ഫീൽ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിക്കാം. നാവ് മടക്കി വയ്ക്കുക, ചെവി അടച്ചു പിടിക്കുക, 2 വിരൽ മൂക്കിൻ്റെ അവിടെ, ചെറിയ വിരലിവിടെ, ശ്വാസം പൂർണ്ണമായി അകത്തേക്ക്. ഇത്
ഒരു 5-6 തവണ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇതിനാണ് ഭ്രമരി പ്രാണായാമം എന്ന് പറയുക. ഇപ്പോൾ ഈ 2 പ്രാണായാമം നല്ല രീതിയിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് വേറെ 2 പ്രാണായാമങ്ങൾ ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. സോ സ്റ്റേ കണക്റ്റഡ്. എന്നും വീഡിയോസ് കാണാം. എൻ്റെ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. നമസ്തേ.